ദുന്യവിയായ ലോകത്തെ ജീവിതം ഒരിക്കലും സ്വർഗീയമായ ജീവിതം ഉണ്ടാകൂല. എന്തുകൊണ്ട്? അത് ദുന്യാവായതുകൊണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ മുതലാളി, 100 ഷോപ്പിന്റെ ഓണറാണ് അയാൾ. അയാളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ എല്ലാത്തരം ഭക്ഷണവും ടേബിളിലുണ്ട്. പച്ചക്കറി ഉണ്ട്, മീനുണ്ട്, ഒന്നിച്ച് കഴിക്കാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതുണ്ട്, എല്ലാ തരം ഭക്ഷണങ്ങളും. ഈ ഭക്ഷണങ്ങളാകുന്ന ഭക്ഷണങ്ങളൊക്കെ മുന്നിൽ വെച്ച് അയാളുടെ കൂടെയുള്ള ആളുകളെയും ഭക്ഷണം കഴിക്കാനിരുത്തി. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. വീട്ടിൽ നിന്നുണ്ടാക്കിയ നല്ല രുചികരമായ വിഭവങ്ങൾ മുന്നിൽ വെച്ച് ഇയാള് വെറും സലാഡ് മാത്രം കഴിക്കുകയാണ്. ഒരുപാട് ഭക്ഷണം മുന്നിലുണ്ട്. ചിലപ്പോ അയാൾക്കും അതിഥികൾക്കും വീട്ടുകാർക്കും ആ ഒരൊറ്റ നേരത്തെ ഭക്ഷണം അത് മുഴുവനായും കഴിക്കണം എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ സാധിക്കൂല. വീട്ടുകാർ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസവും 3 ദിവസവും ഒക്കെ കഴിക്കാൻ അതുണ്ടാവും. അത്രയും ഭക്ഷണം ടേബിളിന്റെ മേലെ നിറഞ്ഞു നിന്ന് ആ ഭക്ഷണം കഴിക്കാൻ കൂട്ടുകാരോടൊപ്പം ഇഷ്ടമുള്ളവരോടൊപ്പം ഇരുന്ന് ഇയാള് വെറും സലാഡ് മാത്രം കഴിക്കാണ്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾ സലാഡ് മാത്രം കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞ മറുപടി ഞാനിങ്ങനെ കുറെ ചിന്തിച്ചു. എന്താണ് മറുപടി? അയാൾ പറഞ്ഞു, ഭക്ഷണം എല്ലാം എന്റെ തീന്മേശയിൽ എത്തിക്കാൻ ഞാൻ കരുതിയപ്പോ എനിക്ക് അള്ളാഹു സാമ്പത്തിക ശേഷി തന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വാങ്ങാനും അതുണ്ടാക്കാനും ജോലിക്കാരെ നിർത്താനും എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിക്കണ്ടെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതുകൊണ്ടായിരിക്കാം ഞാൻ ഡേറ്റിങ്ങിലാണ് നിങ്ങളോട് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ ആയത്. എല്ലാം ഭക്ഷണത്തിന്റെ തീന്മേശയിൽ ഉണ്ടെങ്കിലും കഴിക്കാൻ എനിക്ക് വകുപ്പില്ല.